ഓട്ടിസം പരിചരണ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം കൈവരിച്ച ഒരു മലയാളി ഗവേഷകനാണ് ഇന്ന് ഫോക്കസ് ന്യൂസിനോടൊപ്പം ഉള്ളത്. അതിലും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു ഹെർബൽ ഫോർമുലേഷന് ഇന്ത്യൻ പേറ്റന്റ് കിട്ടിയെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആർ രാഹുൽ എന്നാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ്. ആദ്യമായിട്ട് എങ്ങനെയാണ് ഇങ്ങനൊരു മേഖലയ്ക്ക് വേണ്ടിയിട്ടൊരു ഹെർബൽ ഫോർമുലേഷൻ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് റിസർച്ച് നടത്തണമെന്നൊരു ചിന്ത ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? ഞാൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായിട്ട്, കഴിഞ്ഞൊരു വ്യാഴവട്ടക്കാലം എന്ന് പറയാം, അത്രയും ഒരു ഒരു പീരീഡിൽ ചിന്താർമണി വൈദ്യം, അതുപോലെ തന്നെ ശരനൂൽ ശാസ്ത്രം എന്നീ പാരമ്പര്യ സിദ്ധ വിദ്യകൾ അഭ്യസിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും ഈ പറയുന്ന ചിന്താർമണി വൈദ്യം എന്ന് പറയുന്നത് നമ്മുടെ സിദ്ധവൈദ്യത്തിൻ്റെ പൂർവ്വരൂപമാണ്. ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത്, ശരയോഗ എന്ന് പറയുന്ന ഒരു യോഗവിദ്യയുടെ ഭാഗമാണ്. നമ്മുടെ ബ്രീത്തിങ് പാറ്റേണിനെ ബേസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ശ്വാസക്രമത്തെ ക്രമീകരിച്ചുകൊണ്ട്, അതിൻ്റെ മെറിഡിയൻസിലൂടെയുള്ള ശ്വാസത്തിൻ്റെ ചലനങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ശാരീരിക, മാനസിക, വൈകാരിക തലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു അടിസ്ഥാന വിദ്യയാണ് ശരയോഗ അല്ലെങ്കിൽ ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു അവസ്ഥയാണ്. ഒരു കൂട്ടായിട്ടുള്ള രോഗങ്ങളുടെ ഒരു അവസ്ഥയാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിക്കപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് മൂഢഗ്രഹ നിദാനമാണ്. അതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായിട്ട് പഠനം നടത്തുകയും വിവിധ ഓട്ടിസം കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതിനു ശേഷം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആർജിച്ചെടുത്ത അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ, നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള പച്ചില മരുന്നുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്റ്റേണലി തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ ഡെവലപ്പ് ചെയ്യുകയും, ഈ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ ഈ പറയുന്ന ഓട്ടിസം സംബന്ധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ തലങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെ ലഘൂകരിക്കാം. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ക്യൂറബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല, ഇറ്റ്സ് ഇൻക്യൂറബിൾ, ബട്ട് വി ക്യാൻ അലിവിയേറ്റ് ദ ഡിഫിക്കൽട്ടീസ്. ഒരു ഹെർബൽ ഓയിൽ ഡെവലപ്പ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഈ ഓട്ടിസത്തിൻ്റെ രോഗ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള രോഗാവസ്ഥകൾ വിഭിന്നമാണ്. 10 ഓട്ടിസം രോഗികളെ പരിശോധിച്ച് കഴിഞ്ഞാൽ 10 പേരുടെയും അവസ്ഥ വ്യത്യസ്തമായ തലങ്ങളിലാണ്, വ്യത്യസ്തമായ സ്കെയിലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് 100-ൽ 1 കുട്ടി ഓട്ടിസ്റ്റിക്കാണ്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിലവിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സർവേ പ്രകാരം ഏകദേശം 20 ലക്ഷത്തോളം കുട്ടികൾ ഓട്ടിസ്റ്റിക്കായിട്ട് ഓരോ വർഷവും ജനിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പഠനം നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം ഭയാനകമായിട്ടുള്ള രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഗൾഫ് കൺട്രീസിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓട്ടിസ്റ്റിക്കായിട്ടുള്ള അവസ്ഥയിലുള്ള കുട്ടികളുള്ളത്, ഗൾഫ് കൺട്രീസിലാണ്. അപ്പോൾ ഇത് ലോകത്താകമാനം വലിയൊരു ഭീഷണിയായിട്ട് വരികയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ശാരീരികമായ തലങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സ്ലീപ്പിംഗ് പാറ്റേൺ മാറുക, ഇൻസോംനിയ പോലുള്ള അവസ്ഥകളുണ്ടാകുക, അവർക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള, ത്വക്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒത്തിരി ത്വക്ക് രോഗങ്ങൾ വരിക, അതുപോലെ തന്നെ മസിൽ മൂവ്മെൻറ്റ്സ്, സ്റ്റിഫ്ഡ് മസിൽ മൂവ്മെൻറ്റ്സ് അവരുടെ മറ്റൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, കൃത്യമായിട്ടുള്ള ഈ പറയുന്ന ആശയവിനിമയ ശേഷി ഈ കുട്ടികളിൽ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓയിലിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് ഭൗതിക സ്വത്തവകാശ കാര്യാലയവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സയൻറ്റിസ്റ്റുമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനങ്ങൾ, പാറ്റൻറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ പറയുന്ന സ്ലീപ്പിംഗ് പാറ്റേൺസ് കറക്റ്റ് ചെയ്യാൻ ഈ പറയുന്ന ഹെർബൽ ഓയിൽ ഫോർമുലേഷനിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്കിൻ പ്രോബ്ലംസിനെ അതിനെ ലഘൂകരിക്കുന്നതിന്, അതിനെ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്നതിന് നമ്മുടെ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ എഫക്റ്റീവാണ്. അതുപോലെ ബോഡി മൂവ്മെൻറ്റ്സിൻ്റെ സ്റ്റിഫ്നെസ് മാറി കുറച്ചും കൂടി നോർമലായിട്ട് വരാനായിട്ട് ഈ പറയുന്ന ഫോർമുലേഷൻ ശരിയാകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, തീരെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുള്ള കുട്ടികളിൽ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ്റെ തുടർച്ചയായിട്ട് ഉപയോഗം അവരുടെ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ നല്ല പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്നൊരു മെൻ്റൽ സ്ട്രഗിൾ വളരെ ഭീകരമാണ്. പലർക്കും ഈ പറഞ്ഞ പോലെ ഈ അവസ്ഥ കുട്ടികളിലുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അത്തരത്തിൽ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അമ്മ പ്രതിയായി വരികയും അതിൻ്റെ ഒരു കാരണമായി ഇന്ന് പോലീസ് പറയുന്നത് ഈ കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്ന് അമ്മയ്ക്ക് സംശയമുണ്ടായി, അതിൻ്റെ പേരിലാണ് ആ ഒരു ക്രൂരത അവിടെ അരങ്ങേറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് അവർ പോകുന്നുണ്ട്. ശരിക്കും ഈ പറയുന്ന ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ മാതാപിതാക്കളുടെ മാനസിക
തലത്തെയാണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രാക്ടീസിനകത്ത് കേവലം ഈ ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ പറയുന്ന ശ്വാസബോധത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു അവസ്ഥയെ എങ്ങനെ തരണം ചെയ്യണമെന്ന് മാതാപിതാക്കൾക്ക് കൂടി ഒരു ബോധവൽക്കരണം നടത്തുകയാണ് ശരിക്കും നമ്മുടെ പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരനൂൽ ശാസ്ത്രത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്ര നാൾ നീണ്ടൊരു പ്രൊസീജിയർ ആയിരുന്നു ഈ ഒരു പേറ്റന്റ് കിട്ടാനുള്ളത്? അതായത് അവരുടെ ഭാഗത്തു നിന്നും സയന്റിസ്റ്റുകളിലേക്ക് ഒരു റിസർച്ച് ഇതിലുണ്ടാവുമല്ലോ, അതിൽ ഏകദേശം എത്ര നാളെടുത്തു അതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാകാനായി? 2021 ഞാൻ തിരുവനന്തപുരം പട്ടം ശാസ്ത്രഭവൻ വഴി പാറ്റൻറ്റിന് അപേക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. അവിടെ അപേക്ഷിച്ച് കഴിഞ്ഞ സമയത്ത് അവരിത് ആദ്യം ഒരു സ്ക്രൂട്ടണി നടത്തി ഇത് എലിജിബിളാണ്, ഇത് സെൻട്രൽ പാറ്റൻറ്റ് അതോറിറ്റിക്ക് അയക്കാനുള്ള യോഗ്യത ഈ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അവർ ഫോർവേഡ് ചെയ്യത്തുള്ളൂ. അത് ഒരു വർഷത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് 2022 അവർ സെൻട്രൽ പാറ്റൻറ്റ് അതോറിറ്റിയുടെ പരിശോധനയ്ക്കായിട്ട് അയക്കുന്നത്. 2022 അവിടെ സെൻട്രൽ പാറ്റൻറ്റിംഗ് അതോറിറ്റിയിൽ അത് എത്തിയതിനു ശേഷം 5 വർഷമായിട്ട് നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾ നടന്നു. അതിനുശേഷം 2023 നവംബർ മാസത്തിൽ ഇത് സംബന്ധിച്ച എൻ്റെ ജേണൽ ഇൻ്റർനാഷണൽ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചു. ഇൻ്റർനാഷണൽ സയൻസ് ജേണലിൽ എൻ്റെ ഈ പഠനം പ്രസിദ്ധീകരിക്കുകയും അത് 1.5 വർഷത്തോളം ഈ പാറ്റൻറ്റ് നോംസ് അനുസരിച്ച് 1.5 വർഷത്തോളം ഇത് ഇൻ്റർനാഷണൽ സയൻസ് ജേണലിൽ ഈ പ്രസിദ്ധീകരണം അവിടെ തുടരുകയും, അപ്പോൾ ഇത് ലോകത്ത് ഉള്ള മുഴുവൻ ഇൻ്റർനാഷണൽ ഒരു പാറ്റൻറ്റ് ക്രൈറ്റീരിയ അനുസരിച്ചാണ് ഇന്ത്യൻ പാറ്റൻറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ നടത്തിയ പരിശോധനകളിൽ ഇതിനു മുമ്പ് ഈ സമാന വിഷയത്തിലൊരു US പാറ്റൻറ്റ് മാത്രമേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആ US പാറ്റൻറ്റിൻ്റെ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ വിഭിന്നമായ തലത്തിലുള്ള മെഡിസിൻസാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ആ മെഡിസിൻ നമുക്ക് പ്രയോഗിക്കാൻ കഴിയാത്ത തരം ചില ഇല്ലീഗൽ ആയിട്ടുള്ള ഇന്ത്യൻ ഹെർബ്സ് അതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട്. എവിടെയാണ് US പാറ്റൻറ്റ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കറുകപ്പുല്ല്, ചന്ദനം, അതുപോലെ തന്നെ രുദ്രാക്ഷം, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള വലിയ സൈഡ് എഫക്ട്സ് ഒരു രീതിയിലും ഇല്ലാത്ത, പൊതുവേ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ആയുർവേദം അത് ആ മേഖലയിൽ വരുന്ന മരുന്നുകൾക്ക് വലിയ സൈഡ് എഫക്ട്സുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതിൽ ഒരു രീതിയിലും റിസ്ക് എടുക്കാതുള്ള എലമെന്റുകളാണ് താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നത്. 100% സേഫായിട്ടുള്ള ഈ പറയുന്ന ആയുർവേദ മരുന്നുകളാണ് ഇതിനകത്ത് ചേരുവയായിട്ട് വരുന്നത്. മാത്രമല്ല എക്സ്റ്റേണലി ആണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ശരിക്കും ശരീരത്ത് തലയോട്ടിയിലൊക്കെയാണ് ഇത് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 3 ആഴ്ചത്തെ പ്രയോഗം കൊണ്ട് തന്നെ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് കുട്ടികളിൽ കാണുകയും അതിൻ്റെ ക്ലിനിക്കൽ സ്റ്റഡീസ് നമ്മളവിടെ കൊടുക്കുകയും നിരന്തരം അവരുമായിട്ട് പാറ്റൻറ്റ് അതോറിറ്റിയുമായിട്ട് അവിടുത്തെ സയൻറ്റിസ്റ്റ് ആ ഒരു ടീമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2026 ആപ്ലിക്കേഷൻ കൊടുത്ത് 5 വർഷം കഴിഞ്ഞു 2026 ജനുവരി മാസം 30 ഈ പാറ്റൻറ്റ് അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഓട്ടിസം മേഖലയിൽ ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷന് പാറ്റൻറ്റ് അനുവദിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ. അതായത് നേരത്തെ ഒരു US ബേസ് ആയിട്ടുള്ളൊരു ആൾക്കായിരുന്നു കിട്ടിയിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഓട്ടിസം പരിചരണത്തിനൊരു ഹെർബൽ ഓയിൽ ഫോർമുലേഷന് പേറ്റന്റ് കിട്ടുന്നത്. അത് താങ്കൾക്കാണ്. ഇത് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഹെർബൽ ഓയിലിൻ്റെ ഒരു പ്രൊഡക്ഷൻ അവസ്ഥകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ലാർജ് സ്കെയിലിലേക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇത് നമ്മളൊരു മെഡിസിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ക്രൈറ്റീരിയാസ് അതിനകത്തുണ്ട്. GMP സർട്ടിഫിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുവാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് വരണം. അത് ആയുഷ് മന്ത്രാലയത്തിൽ നിന്നോ ഒക്കെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഇപ്പോൾ ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പാറ്റൻറ്റിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രീതിയിലും അങ്ങനെ 2 ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ഏതാണോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതിലേക്ക് പോകാനാണ് തീരുമാനം. നമ്മളോട് പ്രതികരിച്ചത് ഈ ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷന് പിന്നിലെ ഈ ഒരു ബുദ്ധികേന്ദ്രമായിട്ടുള്ള രാഹുലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇത് ഏകദേശം 5 വർഷത്തോളം അവരുടെ ഭാഗത്തു നിന്നുള്ള റിസർച്ചും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രൊസീജിയേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു പേറ്റന്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 100% ഇത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകളിൽ ഉപയോഗിക്കാം എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി ഇതൊരു ലാർജ് സ്കെയിലിലേക്ക് ഈ ഒരു ഹെർബൽ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് അടക്കമുള്ള ചില സപ്പോർട്ടുകൾ അദ്ദേഹത്തിന് ആവശ്യമാണ്. അത് എന്തായാലും വരുന്ന ഒരു അധികം വൈകാതെ തന്നെ അതിലേക്ക് ഒരു പ്രൊഡക്ഷനിലേക്ക് കൂടെ കടക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അജിത്തിനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.